ഇനി അടുത്ത് ഇവരിപ്പോൾ ബിഗ് ബോസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ കുറേ ഇൻ്റർവ്യൂ കൊടുക്കും. എന്നെ ആക്ഷേപിക്കുന്നതായിട്ട് എൻ്റെ പേര് പറഞ്ഞോ ബിഷപ്പ് എന്ന് പറഞ്ഞോ ആക്ഷേപിക്കുന്നു എങ്കിൽ വക്കീൽ എന്നോട് പറഞ്ഞേക്കുന്നത്, എൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞേക്കുന്നത്, ബിഷപ്പിനെ കൂട്ടി കോടതിയിലേക്ക് പോകാം, മൊഴി കൊടുപ്പിക്കാം. തങ്കച്ചൻ്റെയും രേണു സുധിയുടെയും പേരിൽ തീർച്ചയായിട്ടും ഞാൻ കേസ് ഫയൽ ചെയ്യും, മൊഴി കൊടുത്ത് കേസെടുക്കും, FIR ഇടിപ്പിക്കും. കാരണം ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചു പോയിരിക്കുന്ന രേണു സുധി എന്ന് പറയുന്ന ആ സഹോദരി, അതിൽ പോകുന്നതിന് മുൻപായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു വീഡിയോയിൽ അവർ പറയുകയുണ്ടായി, ആ കുപ്പായത്തെ ബഹുമാനിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന്. ഞാൻ ചെയ്ത ഒരു തെറ്റെന്താണെന്ന് കേരള സമൂഹം, മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് പോകുന്നത്, നമ്മുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കുവാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ കുടുംബസ്വത്ത് അതിനെപ്പറ്റി പോലും അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, രേണു സുധി എന്ന് പറയുന്ന ഒരു ലേഡി എങ്ങനെയാണ് അമ്പലവേലിൽ കുടുംബത്തിൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ അവർക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്ത് യോഗ്യത ആ സ്ത്രീക്കുണ്ട്? എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനോ, എൻ്റെ കുടുംബത്തെപ്പറ്റി സംസാരിക്കുവാനോ, എൻ്റെ കുടുംബത്തിൻ്റെ അസറ്റുകളെ പറ്റിയോ പ്രോപ്പർട്ടികളെ പറ്റിയോ മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് ഞങ്ങളെ അപമാനിക്കുവാനോ മോശമാക്കി പറയുവാനോ എന്ത് യോഗ്യതയുണ്ട് ഈ സ്ത്രീക്ക്? അപ്പോൾ അത്രമാത്രം നന്മ ചെയ്യുന്നവരെ, ഉപകാരം ചെയ്തവരെ നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ കീറി മുറിക്കുവാനായിട്ട് എറിഞ്ഞു കൊടുക്കരുത്. ഇതെനിക്ക് ഈ സ്ത്രീയോട് ഉള്ളൊരു അപേക്ഷയായിട്ടും കണ്ടേച്ചാൽ മതി. ഇനി അതല്ല ഇനിയും വീണ്ടും ഇതാണ് പുറപ്പെടുന്നതെങ്കിൽ ഇവിടുത്തെ കോടതിയിൽ നേരിട്ട് പോയി മജിസ്ട്രേറ്റിനെ കണ്ട് മൊഴി കൊടുക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. വക്കീലിനോട് പറഞ്ഞു, ബിഷപ്പ് നേരിട്ട് കോടതിയിലേക്ക് വരാൻ പറഞ്ഞു. കോടതിയിൽ ചെന്ന് എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് ചെന്ന് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ ഈ തങ്കച്ചൻ്റെ പേരിലും ഈ രേണു സുധിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് മാർഗമുള്ളൂ. ഇനി എന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുവാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇത് പറയുവാനുണ്ടായ സാഹചര്യം ഈ രേണു സുധിയാണ്. ഞാൻ ഈ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ഇന്നെ സൈബർ ഇടങ്ങളിൽ ഇവർ വലിച്ചു കീറുവാൻ ഇട്ട് കൊടുത്തത്. എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, ഇനിയും ഈ സഹോദരിയെ ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങളൊരു വട്ടമല്ല, 5 വട്ടം നല്ലതുപോലെ ആലോചിച്ചിട്ട് ശേഷം മാത്രമേ രേണു സുധി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. ഇപ്പോൾ ഇവർ ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം എനിക്ക് ഭീഷണി ഫോൺ കോളുകൾ വരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. ഞാൻ മുഖ്യമന്ത്രി സാറിന്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് എൻ്റെ ജീവന് ഭീഷണിയായിട്ടുണ്ട്. അതായെന്ന് വെച്ചാൽ എൻ്റെ ഈ വീട്ടിൽ അസമയത്ത് വാഹനങ്ങൾ വന്ന് നിർത്തുകയും ഇവിടെ നിർത്തി ഫോട്ടോ എടുത്ത് പോകുക. എൻ്റെ വീടിന് ചുറ്റും റൗണ്ട് ഇത് ചുറ്റും റോഡാണ്, നമ്മുടെ പറമ്പിനകത്തൂടെ തന്നെ. അതിനകത്ത് വന്ന് ഇവർ ഫോട്ടോ എടുക്കുന്നു, നമ്മളെ വളരെ ഗൗരവത്തോട് നോക്കിയിട്ട് പോകുന്നു. ബുള്ളറ്റിലെ 2 വീലറിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന പിന്നെ ഇത് മൊത്തം ക്യാമറ ഇത് ചെയ്യുന്നത് കൊണ്ട് അതിലെല്ലാം ക്യാമറയിലുണ്ട് ഈ കാര്യങ്ങളെല്ലാം. നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം അതെൻ്റെ ജീവന് ഭീഷണി. ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. എൻ്റെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും ലീവിനൊക്കെ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവന് വളരെയധികം ഭീഷണി ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷം വന്നിട്ടുണ്ട്. അതായത് ചീത്ത വിളിക്കുക, ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കരമായ മോശമായ വാക്കുകൾ, നമുക്കിപ്പോൾ ഇൻ്റർവ്യൂവിന് പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകൾ ഇവരുടെ ആർമി, രേഷ്മ തങ്കച്ചൻ്റെ, രേണു സുധിയുടെ ആർമി എന്നെ ഇൻ്റർനാഷണൽ കോള് വിളിച്ചിട്ട് പലയിടത്തു നിന്നും വിളിപ്പിച്ചിട്ട് തെറി വിളിക്കുകയാണ്. ഇനി എൻ്റെ വാ മൂടി വെക്കണമെന്ന് പറയുന്നു. എൻ്റെ വാ മൂടാൻ ആർക്കെങ്കിലും കഴിയുമോ? ബിഷപ്പിൻ്റെ വാ മൂടി വെക്കണമെന്ന് പറയുന്നു. എന്തിനാണ് എൻ്റെ വാ മൂടേണ്ട ആവശ്യം? ഞാൻ എൻ്റെ കരവടയ്ക്കുന്ന ഭൂമിയിൽ കൈവശ സർട്ടിഫിക്കറ്റുള്ള എൻ്റെ സ്വന്തം എൻ്റെ പൂർവികർ കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബസ്വത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എന്തിന് എൻ്റെ വാ അടക്കി വെക്കണം? എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ രേണു സുധി ആരുമല്ല. രേണു സുധി, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, രേണു സുധി എൻ്റെ സമുദായാംഗമല്ല. ഞാനൊരു സുറിയാനി മാർത്തോമ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ രേണു സുധി ഏത് സഭയിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾ പൊങ്ങന്താനത്ത് പോയി അന്വേഷിക്കണം, അവരേത് സഭാംഗമാണെന്നുള്ളത്. ഞാൻ ജനിച്ചു വളർന്നൊരു സുറിയാനി കുടുംബത്തിൽ ജനിച്ചു. ഞാൻ ആ രീതിയിൽ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും. ഒന്നത്. 2, രേണു സുധിയുടെ ബ്ലഡ് റിലേറ്റീവ് അല്ല, ബന്ധം പോയിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു വിവാഹമോ ഒന്നും രേണു സുധിയുടെ കുടുംബവുമായിട്ടില്ല.
എനിക്ക് അങ്ങനൊന്നും അവരുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ എന്നെ എന്തിനിവര് മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കണം? അപ്പം ഇതിന് നിയമമുണ്ട്. ഇവിടെ ഈ രാജ്യത്ത് ഇതിന് നിയമമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും മാനനഷ്ടത്തിന് കോടതിയുമായി സമീപിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് അടുത്ത ദിവസങ്ങളിൽ ഇനി അടുത്ത് ഇവർ ബിഗ് ബോസ് ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ കുറേ ഇൻ്റർവ്യൂ കൊടുക്കും. എന്നെ ആക്ഷേപിക്കുന്നതായിട്ട് എൻ്റെ പേര് പറഞ്ഞോ ബിഷപ്പ് എന്ന് പറഞ്ഞോ ആക്ഷേപിക്കുന്നു എങ്കിൽ വക്കീൽ എന്നോട് പറഞ്ഞേക്കുന്നത്, എൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞേക്കുന്നത്, ബിഷപ്പിനെ കൂട്ടി കോടതിയിലേക്ക് പോകാം, മൊഴി കൊടുപ്പിക്കാം. തങ്കച്ചൻ്റെയും രേണു സുധീരയും പേരിൽ തീർച്ചയായിട്ടും ഞാൻ കേസ് ഫയൽ ചെയ്യും, മൊഴി കൊടുത്ത് കേസെടുക്കും, FIR ഇടിപ്പിക്കും. തീർച്ചയായിട്ടും രാത്രിയിൽ എനിക്ക് പേടിയുണ്ട്. വേറെ ഒന്നും, ജീവനിൽ ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയമുണ്ട്, നല്ല പേടിയുണ്ട്. എന്തിനു പേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിൻപിൽ ആൾക്കാരുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ PR വർക്കേഴ്സ്. രേണു സുധിക്ക് ഭയങ്കര PR വർക്കാണ്. രേണു സുധി ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഞാൻ എവിക്റ്റ് ആയെന്നും പറഞ്ഞ് എവിക്ഷനിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടു. ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറ് അവരെ വിളിപ്പിച്ചിട്ട് സാറ് പറയുകയാണ്, നിങ്ങളൊരു എടുത്തു വെച്ചേക്കുന്ന 2-3 തരുവാണെങ്കിൽ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ രംഗങ്ങളൊക്കെ ഇവിടുത്തെ മലയാളികൾ കണ്ടതാണ്. അപ്പോൾ എന്തിനും മടിയില്ലാത്ത ഒരു തീരുമാനപ്രകാരം തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ സഹോദരി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവന് വന്ന ഭീഷണി തീർച്ചയായിട്ടും പരിചയമില്ലാത്ത വാഹനങ്ങൾ ഇതിനകത്തോട്ട് വന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. നിർത്തിയിട്ട് ഒരു നോട്ടവും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടവും, എടുത്തോളാം നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ്. നമുക്കൊരു പരിചയമില്ലാത്തവരാ. എനിക്ക് പേടിയാണെന്ന് വെച്ചാൽ വളരെ ഭീകരമായിട്ടുള്ള വലിയ അജാനുബാഹുക്കളായ മനുഷ്യരായി വരുന്നത്. നിങ്ങൾക്കത് പറയുമ്പോൾ അത് എത്രമാത്രം അതിൻ്റെ ഗൗരവം മനസ്സിലാകും. നമ്മൾ ഒരു പരിചയമില്ലാത്ത ഭയങ്കര അജാനുബാഹുക്കളായിട്ടുള്ള മനുഷ്യർ പരിചയമില്ലാത്ത വാഹനങ്ങളിൽ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ട് പോകും. ഞാൻ അകത്ത് കയറി കഥ കടച്ചിടാൻ ശാന്തമായിട്ടിരിക്കും. ഇവരടിക്കാൻ വേണ്ടി ആരോ പറഞ്ഞേപ്പിച്ച് പറഞ്ഞു വിട്ടതായിട്ടൊക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരുടെ ഇന്റർവ്യൂവിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ സ്ഥിതിക്ക് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ എൻ്റെ ജീവനെ തന്നെ അപായപ്പെടുത്താനായിട്ടോ ഇവർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. അല്ലോ, കാർ നിർത്തിയിട്ട് പറഞ്ഞ് നിർത്തിക്കോണമെന്ന് പറഞ്ഞു. ഇതെല്ലാം നിർത്തിക്കോണമെന്നാണ് പറഞ്ഞത്. നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇവരെന്ന് ഈ പ്രോപ്പർട്ടിക്കകത്ത് വന്നോ അതിനുശേഷം 1 സെന്റ് സ്ഥലം ആരും വാങ്ങാൻ വരത്തില്ല, വന്നിട്ടില്ല. അത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇവരൊരു നല്ല അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അരികിലേക്ക് അനേകർ വരണമല്ലോ. പക്ഷെ ആരും വരുന്നില്ല. ഞാൻ ആകെ കൂടെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ അപമാനം പറയാതിരിക്കുക. എനിക്ക് ആ അപ്പനോടും മകളോടും അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും ഈ ലോകത്തെ ആർക്കും ചെയ്യണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്തവർ ഇപ്പോഴും 24 ചാനല് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവരെയൊക്കെ ഇനിയും എല്ലാവരും ഒരു ഭയത്തിലാണ് നിൽക്കുന്നത്. ഏത് സമയം നമ്മൾ പറയത്തില്ലേ ജലബോംബ് എന്നൊക്കെ പറയുന്ന പോലെ ഏത് സമയമായി ഇത് പൊട്ടുന്നത്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ പേടി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാൻ പോയ കോടതി ഉണ്ടല്ലോ, അപ്പൊ തന്നെ കോടതിയിലേക്ക് പോവുക, നിയമ നടപടികളുമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് എൻ്റെ നടപടി. അപ്പോൾ എനിക്ക് എത്രമാത്രം മനസ്സിന് മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു എന്നും ഞാൻ എത്രമാത്രം തകർന്നാണ് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതെന്നും ദൈവം കാണുന്നുണ്ട്.